രണ്ടാമത്തെ ദിവസമാണ് ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് തലേന്നത്തെ എക്സ്പീരിയൻസ് മഴ പെയ്ത് മസാല ദോശക്ക് എങ്ങനെയാണ് അമ്മായി? അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. കുഴപ്പമില്ല. എങ്ങനെയുണ്ടായിരുന്നു? സത്യം പറയണം. ഓ ഫുഡ് എങ്ങനെയുണ്ട് ഇവിടുന്ന്? എങ്ങനെയുണ്ട് ഫുഡ്? ഐസ് എങ്ങനെയുണ്ട് ഫുഡ്? ഫുഡ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെയൊക്കെ? നല്ലായിരുന്നു, സൂപ്പറായിരുന്നു. ഫുഡൊക്കെ ഫുഡൊക്കെ അടിപൊളി അടിപൊളിയാണ്. നമ്മുടെ ഡ്രൈവറേട്ടനാണ് ഇന്നലത്തെ എക്സ്പീരിയൻസ് പറയും. ഓക്കെ മാഡം. ഒരാളും തൊടില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഒരാൾ വന്നു. ഗോഡ്, എനിക്ക് കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ സമയമായി. ആരും എന്റെ അടുത്തേക്ക് വരരുത്. ഫുഡൊക്കെ എങ്ങനെയുണ്ടായിരുന്നു മാഡം? ഇത്ര നല്ല നിങ്ങളുടെ ടാലന്റ് കണ്ട അന്നേ ഞാൻ ഫ്ലാറ്റാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങള് ട്രെയിനിൽ കയറാന്ന് വിചാരിച്ചു. ഓൺലൈൻ ടിക്കറ്റ് നോക്കിയിട്ട് കിട്ടിയില്ല. ഇപ്പൊ നേരിട്ട് എന്ന് കിട്ടുമോ നോക്കാൻ വേണ്ടി പോവുക. ഇതാണ് ഊട്ടി ടോയ് ട്രെയിനിന്റെ സ്ഥലം. ടിക്കറ്റ് ഇല്ല കിട്ടാൻ. ഓൺലൈൻ ടിക്കറ്റ് നോക്കി കിട്ടിയില്ല. എന്താ മെമ്മി, where is train? Memo, Memo. What is that? What is that? Chuchu? What chuchu? എല്ലാരും ട്രെയിൻ കാണാവുന്നതാണ്. ഞങ്ങക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അമ്മായിയുടെ ട്രെയിൻ അനുഭവം എന്ന് പറഞ്ഞേ. നല്ല സുഖമായിരുന്നു കളിപ്പാടത്തിൽ വന്ന പോലെയുണ്ട്. അങ്ങനെ അതും സാധിച്ചില്ല. അതെ, എല്ലാരും ഹാപ്പി ആയിട്ടുണ്ട്. ഡൈനോസറിനെ കണ്ട് അല്ല മമ്മ? യെസ്. ഫസലിന്റെ അനുഭവം ട്രെയിനിൽ കയറിയതിന്റെ ഇഷ്ടപ്പെട്ടാ? ഫോട്ടോ സെക്ഷൻസ് നടക്കാണ്. ട്രെയിനിലോ കയറാൻ പറ്റില്ല. ഫോട്ടോ എങ്കിലും എടുക്കാം. പ്രേമ കഥ വലിയ പാടാണ്. രണ്ട് വരിയിലത് പറയാൻ പണിയാണ്. യൂട്യൂബ് ചാനൽ അറിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. വീഡിയോ ഇതായിരുന്നു എന്റെ അളിയൻ. എന്റെ പൊന്നളിയാ, കണ്ണിൽ എന്നോച്ച് കാത്തിരിക്കായിരുന്നു അളിയാ. തിരിയിട്ട് കത്തിക്കാറില്ല ഈ അളിയന്റെ തമാശ. അളിയാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കാഷിനെ പറ്റിലോട്ടോ. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക. അവന്മാര് പത്രത്തിലിടാൻ. എന്റെ സ്നേഹത്തിന്
പാടാനായിരിക്കും, അല്ലാതെ എന്തിനാ എന്നെ വിളിക്കാൻ? സോളോയോ ഡ്യൂറ്റോ? ഞാൻ ഞാൻ സൽഖാൻ സംതിങ് ഡിഫറെന്റ്. ഇത് ഞാൻ വളരെ ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ട്യൂണാണേ. ഐ ആം ചേഞ്ചിങ് ദ കീ ഓഫ് ദ സോങ്. പതിനാലാം പോലൊരു ചിരിയാണേ കൈവായി ചാരിയെന്നിൽ നോക്കും പെണ്ണാളേ ഞാനല്ലോ മനസ്സിന്റെ കണ്ണ് തുറന്നു മനസ്സിന്റെ കണ്ണ് തുറന്നു അറിവിന്റെ കേദാര ഭൂമി കണ്ടു അറിവിന്റെ കേദാര ഭൂമി കണ്ടു. നമ്മളിപ്പോ കോയമ്പത്തൂരാണുള്ളത്. കോയമ്പത്തൂര് നമ്മളിപ്പോ ഫുഡൊക്കെ കഴിച്ചു, ഒരു ബിരിയാണിയൊക്കെ കഴിച്ചു. ഇനി നമ്മൾ പോകുന്നത് ഡ്രസ് മാർക്കറ്റിലേക്കാണ്. ഭയങ്കര ബ്ലോക്കായി തുടങ്ങി ഇവിടെയൊക്കെ. ഡ്രസ്സൊക്കെ ഹോൾസെയിൽ കിട്ടുന്ന അതെ, ഡ്രസ്സൊക്കെ ഹോൾസെയിലായിട്ട് കിട്ടും. ഇവിടെ നിന്നാണ് ഡ്രസ്സൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ചീപ്പ് റേറ്റിന് വന്ന നല്ല വിലയ്ക്ക്, ഭയങ്കര വിലയ്ക്ക് തുണിക്കടക്കാർ കൊടുക്കുന്നു കോയമ്പത്തൂർ. ഞങ്ങളിങ്ങനെ റോട്ടിൽ കൂടെ വണ്ടി എടുത്തില്ല, വണ്ടി എടുക്കാതെ ഞങ്ങൾ റോട്ടിൽ കൂടെ നടക്കുകയാണ്. നടന്ന് നോക്കിയാണ് ഏതൊക്കെ കടകളാണ്. ആ വണ്ടി എടുത്താൽ നമുക്ക് പോകാനും പറ്റും. നമ്മൾ വലിയ ട്രാവലറിൽ നിന്ന് പോകുന്നത്. ഇവിടെ അന്യായ ബ്ലോക്ക് അതോ തന്നെയാണ്. ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ ഇവിടെ കോയമ്പത്തൂർ മാർക്കറ്റിൽ കൂടെ നടക്കുകയാണ്. എന്തെങ്കിലും കിട്ടിയാൽ മേടിക്കാം. അവരവിടെ എന്തോ കണ്ടു. മെമ്മു വഴക്കുണ്ടാക്കി മെമ്മു ഒരു കാറ്റാടി മേടിച്ചു ഗായ്സ്. മെമ്മു കാണിച്ച് വാ. പ്രൊഫഷണലായിട്ടൊന്നും ഇടാൻ അറിയില്ല, കുറച്ചൊക്കെ ഇടും. ഇതല്ല, ആ ഇവിടെ അല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഒന്നും മേടിക്കാൻ പറ്റുമെന്ന് കാണില്ല. ഇവിടെ തമിഴന്മാരെ സാധനം തന്നെ ഉള്ളൂ. അത് വാഴയമ്മത്തായിട്ടാ. ഏണ്ട് ഇച്ചു കോയമ്പത്തൂർ സ്ട്രീറ്റ്
കുഴപ്പമില്ല. ഊട്ടി പോയാലും നല്ലത് വിടാൻ പറ്റാം. ആണല്ലേ? ഒന്നും കാണാൻ പറ്റിയിട്ടില്ല, തണുപ്പായിരുന്നു. തണുപ്പല്ല, മഴ. ഇത് ഹോൾസെയിൽ ഷോപ്പാണ്, സൂപ്പർ മാർക്കറ്റ്. അച്ഛ എങ്ങനെയുണ്ട് കോയമ്പത്തൂർ സ്ട്രീറ്റ്? ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല ഇവിടെ. ഹലോ, കോയമ്പത്തൂർ മാർക്കറ്റിലാണ്. മാർക്കറ്റിൽ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ കയറിയ മാർക്കറ്റ് മാറിപ്പോയി ഗൈസ്, മാറിപ്പോയി ഗൈസ്. മാർക്കറ്റാന്ന് പറഞ്ഞ പാരിസ് ഞങ്ങൾ വേറെ എവിടെയാണ് കൊണ്ടത് കയറ്റിയത്. എണീറ്റാ നല്ല മഴ ഇവിടെ. മഴ ആയിരുന്നു, നമുക്ക് കോയമ്പത്തൂർ മാർക്കറ്റിൽ ഇറങ്ങാൻ പറ്റിയില്ല. നമ്മളിപ്പോ ചായ കുടിക്കാൻ ഇവിടെ വന്നേക്കോ. വാട്ട് ക്യാമറ? നല്ല മഴയാ, നല്ല ഇടിവെട്ടും മഴയാ. Bye bye.